ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ നമ്മള് ഫോർമുല എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് സെന്റർ പ്രഷറും സെന്റർ പ്രഷർ കണ്ടുപിടിക്കുക അല്ല ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുക എഫ് ഈസ് ഈക്വൽ റോ ജി എ എച്ച് ബാർ ആണ് ഫോർമുല. ആ ഓക്കെ. സിമിലർലി ഇത് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതേപോലെ സെന്റർ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഐ ജി ബൈ H bar. എച്ച് സ്റ്റാർ എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ജി ബൈ എച്ച് ബാർ ഡിവൈഡ് പ്ലസ് എച്ച് ബാർ അല്ലേ? ആ അങ്ങനെയല്ലേ ഒന്ന്. ആ അപ്പം ഇതില് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 3 സെക്ഷനാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. റെക്ടാംഗുലർ സെക്ഷൻ, ട്രയാംഗുലർ സെക്ഷൻ, സർക്കുലർ സെക്ഷൻ. ആ അപ്പൊ ഇവര് ചോദിച്ചേക്കണ ഏരിയ. ഓക്കെ. ആ ഏരിയ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിളിലെ ബി ഡി. ഓക്കെ. ട്രയാംഗിൾ ആണെങ്കിൽ ഹാഫ് ബി എച്ച്, സർക്കിൾ ആണെങ്കിൽ 5/4 ഡി സ്ക്വയർ. ക്ലിയർ അല്ലേ? ആ സാർ ഒന്ന് എഴുതി വെക്കട്ടെ. ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ജി 9.81 ആണ്. അതെല്ലാം ഡെൻസിറ്റി എല്ലാത്തിലും കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണ്. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണെങ്കിൽ ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഏതാണ് വാട്ടറോ മെർക്കുറി എന്തായാലും ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. സിമിലർലി ഐ ജി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഐ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ജി എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ സെക്ഷന്റെ ബി ഡി ക്യൂ ബൈ 12. എന്താണ് ബി ഡി ക്യൂ ബൈ 12? ബി ഇതാണ് നോക്കിയാണ്. റെക്ടാംഗുലർ ഇങ്ങനെ തരയാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള, ഡി എന്ന് പറഞ്ഞാൽ വൈ ആക്സിന് പാരലൽ. ഓ അപ്പൊ ബി ഡി ക്യൂ ബൈ 12 ഇവിടെ ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്, നോക്കിയാൽ മതി. ആ ബി ഡി ക്യൂ ബൈ 12. ഓക്കെ. അതാണ് ഐ ജി എന്ന് പറയുന്നത്. സിമിലർലി മറ്റേ ട്രയാംഗിൾ ആണെങ്കിൽ ബി എച്ച് ക്യൂ ബൈ 36. ഓക്കെ. BH സിമിലർലി സർക്കിൾ ആണെങ്കിൽ പൈ ഡി പവർ 4/64. വെരി വെരി മൊമെന്റ് ഓഫ് ഇമ്പോർട്ടന്റ് ഇനർഷ്യ ആണ്. ഇത് തന്നെയല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എച്ച് സ്റ്റാറിലെ ഈ പാർട്ടിന്റെ ഇക്വേഷൻ. ഉം. പിന്നെ എ ബാർ, പിന്നെ എച്ച് ബാർ. ഈ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ബയൻസി ഫോഴ്സ് പഠിച്ചില്ലേ? ആ അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് ഒരു വാട്ടറിന്റെ സബ്മർജ്ഡ് ബോഡിയിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം ഈ റെക്ടാംഗുലർ സെക്ഷൻ. ആ ഫുള്ളി മുങ്ങി ഫുള്ളി മുങ്ങിയിട്ട് ഇത്രയും ഡിസ്റ്റൻസ് ഒരു എച്ച് ഡിസ്റ്റൻസ് അകത്ത് കിടക്കുകയാണ്. ആ ഇതിന്റെ ലെങ്ത് എൽ ആണ്. ആ ഓക്കെ. അപ്പൊ ഇതിന്റെ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാമോ? ഈ L/2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ് എച്ച്, ഇതായിരിക്കും അതിന്റെ എച്ച് ബാർ. ഉം. ഓക്കെ. സാർ സപ്പോസ് ഞാൻ ഇത് വരച്ചോട്ടെ? ഇവിടെ ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു, ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തി. ആ ഇത് ഇങ്ങനെയാണ് കിടക്കണമെന്ന് വെച്ചാൽ ഒട്ടി കിടക്കുകയാണ്, സർഫസിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത്രയും ഡിസ്റ്റൻസ് ആണ്. അതായത് ഇത് L ആണെങ്കിൽ L/2 ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എച്ച് ബാർ എന്ന് പറയുന്നത്. സാർ ഒരു ഡൗട്ട്, ഇത് ഈ ബോഡി വെള്ളത്തിന്റെ മുകളിൽ കുറച്ച് പൊങ്ങിക്കുകയാണെങ്കിലോ? ഇവിടെ കാണിച്ചേക്കുന്നത് അതായത് സെന്റർ ഈ ബോഡി മുകളിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ അങ്ങനെ കിടക്കൂല. അങ്ങനെയുള്ള ബോഡി അല്ല ഇത്. സെന്റർ ഓഫ് പ്രഷർ സർഫസിലുള്ള മാത്രമേ, പ്ലെയിൻ സർഫസ് മാത്രമേ ഉള്ളൂ. എന്താ? ആ ഓക്കെ. ആ ഓക്കെ. അടുത്തതിലോട്ട് പോവാം. സാർ ഒരു സെക്കൻഡ്. ഓക്കെ സാർ ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ പ്രോബ്ലത്തിലോട്ട് പോകാം. എല്ലാത്തിലും ഓരോരോ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ സെക്ഷൻ. അപ്പൊ നോക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റെക്ടാംഗുലർ പ്ലെയിൻ സർഫസ് ഈസ് 2 മീറ്റർ വൈഡ് ആൻഡ് 3 മീറ്റർ ഡീപ്പ്. ഇത് തന്നിട്ടുണ്ട്, 2 മീറ്റർ വൈഡ് ആൻഡ് 3 മീറ്റർ ഡീപ്പ്. അപ്പം ബി യെസ്, പറഞ്ഞുതരാം. അപ്പൊ ഇറ്റ് ലൈസ് വെർട്ടിക്കൽ പൈൻ ഡിറ്റർമിൻ ദ പ്രഷർ, ടോട്ടൽ പ്രഷർ ആൻഡ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് പ്രഷർ on the plane surface when the surface is in the horizontal surface and coincide with the surface and 2.5 meter below the surface എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രഷറിന്റെ ഫോർമുല ആദ്യം എഴുതി. എഫ് ഇ സി റോ ജി എ എച്ച് ബാർ ആണ് ഫോർമുല. ഓക്കെ. അപ്പൊ ഏരിയ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, 2x3 ആണ് ഏരിയ. ജി എന്താണ്? 9.81 ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിലാണ് മുങ്ങി കിടക്കുന്നത്, അപ്പൊ 1000 ആണ്. ഇനിയുള്ളവരെന്താ? എച്ച് ബാർ ആണ്.
എച്ച് ബാർ എന്താണ്? ഇതിന്റെ അതായത് ഈ വാട്ടർ നോക്കിയാണ് ഇതിൽ ചോദിച്ചാൽ കോയിൻസൈഡ് വിത്ത് വാട്ടർ സർഫസ്. വാട്ടർ സർഫസിന്റെ അടുത്ത് കിടക്കുകയാണ്. അപ്പൊ എച്ചിന്റെ വാല്യൂ എത്രയായിരിക്കും? 3/2. 3/2. ക്ലിയർ ആണോ? സർ. അതായത് ഏരിയ 2x3 അവർ തന്നിട്ടുണ്ട്. ലെങ്തിന്റെ ബ്രെഡ് ആദ്യമേ 2 മീറ്റർ ഇൻറ്റു 3 മീറ്റർ വൈഡ് ആണ്. ജി 9.8 ആണ്. വാട്ടർ റോയുടെ 1000 ആണ്. ഈ ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എത്രയാണ്? എച്ച് ബാർ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഹാഫ് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് 3/2. ഓക്കെ അല്ലേ? സാർ അത് ഞാൻ അപ്പൊ അത് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇതിനകത്ത് ഈ ബ്രെഡ് ഏതായിരുന്നു ഇതിനകത്ത്? ബ്രെഡ്ത്ത് 2 മീറ്റർ ഇൻറ്റു 3 മീറ്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ മുകളിൽ. 2 മീറ്റർ ഇൻറ്റു 3 മീറ്റർ വൈഡ്. റെക്ടാങ്കുലർ പ്ലെയിൻ ആണ്. അത് 2 മീറ്റർ വൈഡ് ഇൻറ്റു 3 മീറ്റർ. എന്താണ്? 2 ആണ് ബ്രെഡ് അല്ലേ? ഓക്കെ. 2x3 വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതിന്റെ റോ ജി എച്ച് ബാർ. റോ വാട്ടറിന്റെ 1000 ആണ്. ജി 9.8 ആണ്. ഏരിയ 2x3 ആണ്. അതിന്റെ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ആണ്. ഇത്രേ ഉള്ളൂ. അടുത്തത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ് ഫോർമുല? എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ജി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ ഡിവൈഡ് പ്ലസ് എച്ച് ബാർ. അപ്പൊ ഇതില് ഐ ജി എന്താണ്? ബി ഡി ക്യൂ ബൈ 12. എന്താണ് ബി? ഇവിടെ എന്താണ്? 2 മീറ്റർ. ഡി എന്താണ് ഇവിടെ? 3 മീറ്റർ. ബി ഡി ക്യൂ ബൈ 12 എന്താണ്? ബി ഡി ക്യൂ ബൈ 12 ആണ് ഫോർമുല. അപ്പൊ എന്താണ് ബി ഡി ക്യൂ ബൈ 12 എന്താണ് ഇവിടെ? 2 ഇൻറ്റു 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ ഇപ്പൊ ഒരു ഫോർമുല എഴുതിയിട്ടില്ലേ റെക്ടാംഗിളിന്റെ? ഹലോ. 4.5. അപ്പൊ ഐ ജി കിട്ടും. രണ്ടാമത്തത് ഏരിയ നമുക്ക് ആൾറെഡി അറിയാം. 2x3 ആണ്. ഓക്കെ. പിന്നെ ഉള്ള എച്ച് ബാർ ആണ്. എച്ച് ബാർ നേരത്തെ കിട്ടിയായിരുന്നു ആൻസർ അല്ലേ? എച്ച് ബാർ എത്രയാണ്? ഐ ജി അപ്പൊ 4.5 കിട്ടും. എന്നിട്ട് ഏരിയ നമുക്ക് ആൾറെഡി അറിയാലോ 2x3. എച്ച് ബാർ മോളിൽ നിന്നുള്ള ആൻസർ നേരത്തെ കിട്ടി 3/2. സർ ഐ ജി അപ്പം 4.5 ബൈ ഏരിയ 2x3. അപ്പം 6 ഇൻറ്റു 3/2 1.5. 1.5. ഇൻറ്റു ഇതിന്റെ ആൻസർ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പ്ലസ് 1.5. ഇതിന്റെ ആൻസർ എത്ര കിട്ടി? അത് ചെയ്തു. 2.62. 4.5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 1.5. 2 ആണ് ആൻസർ. എത്ര സർ? 2. 4.5 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? സർ അപ്പം 4.5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 1.5. സർ 1.125 അത്. ഏതാണ്? 4.5 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 1.5 ഇൻറ്റു 1.5. അതങ്ങനെ 1.5 ആകുമ്പോഴേ തന്നെ അതെങ്ങനെയാടാ? 4.5 ബൈ 1.5 തന്നെ 1/2 അല്ലേ? 0.5 അല്ലേ? 1 ആകുമ്പോ എത്ര വരും? ബ്രാക്കറ്റ് ഇടാതെ ചെയ്തു മറ്റേ അകത്തെ. അത് ഫ്രാക്ഷൻ ആയിട്ട് ചെയ്തുകൂടായിരുന്നു? ഫ്രാക്ഷൻ പോലെ അതൊക്കെ അത് മറ്റേ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. ഞാൻ അത് ലാസ്റ്റ് പറഞ്ഞുതരാം. മറ്റേ ഫ്രാക്ഷൻ രണ്ടാമത്തെ റോയില് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതെടുത്ത് ചെയ്താൽ അത് നീ മറ്റേ കാൽക്കുലേറ്റർ എന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ലാസ്റ്റ്. ഓക്കെ. അപ്പൊ അത് ചെയ്ത് നോക്കിയോ. അടുത്ത രണ്ടാമത്തെ എഫിഷ്യൽ റോജി എ എച്ച് ബാർ. രണ്ടാമത്തെ എന്താണ് പറയുന്നത് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. അപ്പർ എഡ്ജ് ഈസ് 2.5 മീറ്റർ ബിലോ ദ വാട്ടർ സർഫസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ സർഫസിൽ നിന്ന് 2.5 മീറ്റർ താഴെയാണ് ഈ ഒബ്ജക്റ്റ് കിടക്കുന്നത്.
കണ്ട. ഇത് ബി അപ്പൊ പാർട്ട് നമ്മുടെ ആണല്ലേ? ബി പാർട്ട്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെയാണ്. എഫ് ഈസിക്കൽ ടു ഇതിന് റോജി എ എച്ച് ബാർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതിൽ റോ നമുക്ക് നേരത്തെ തന്നെ അറിയാം 1000 ആണ്, വാട്ടറിലാണ് കിടക്കുന്നത്. ജി ആൾറെഡി നമുക്കറിയാം 9.81 ആണ്. ഏരിയ മാറോ? ഏരിയ 2x3 ആണ്, അതിലും ഡൗട്ട് ഒന്നുമില്ല. ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മുങ്ങണത്, കുഴപ്പമൊന്നുമില്ല. എച്ച് ബാറിലാണ് വ്യത്യാസം. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എത്രയാണ്? 3/2. അപ്പൊ 1.5 പ്ലസ് 2.5 അത്രേ ഉള്ളൂ. അതാണ് എച്ച് ബാർ. 4 കിട്ടും. അത്രേ ഉള്ളൂ, 4. അപ്പം ടോട്ടൽ എഫ് ഈസ് ഈക്വൽ ടു 1000 into 9.81 into 60 into 4. അപ്പം 23,500. കറക്റ്റ് ആണ്. സിമിലർലി അതിന് താഴെയുള്ള എച്ച് സ്റ്റാർ കൂടെ കണ്ടുപിടിക്കണം. അത് എളുപ്പമാണ്. എച്ച് സ്റ്റാറിന്റെ ഫോർമുല നമുക്കറിയാം എന്താണ്? ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. അപ്പൊ ഐ ജി നമുക്കറിയാം, വീണ്ടും എത്രയാണ്? ബി ഡി ക്യൂ പറ്റുമല്ലോ, ആൾറെഡി നമ്മൾ ചെയ്തായിരുന്നു. നമ്മൾ അത് തന്നെയാണല്ലോ ഇവിടെ എടുക്കുന്നത്. അത് തന്നെ, ഏരിയ സെയിം ആണ്. എച്ച് ബാർ നമുക്ക് ജസ്റ്റ് മോളിൽ കിട്ടിയ എത്ര വാല്യൂ? 1.5 പ്ലസ് 2.5 3 4. എച്ച് ബാറിന്റെ വാല്യൂ എത്രയാണ്? 4 ഇടുക, ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 4.1875 കിട്ടും. ഡിവൈഡഡ് ബൈ 4.1875. അത്രയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ടോട്ടൽ പ്രഷർ ഓൺ സർക്കുലർ പ്ലേറ്റ്. റെക്ടാങ്കുലർ പ്ലേറ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് ആണ് സർക്കുലർ പ്ലേറ്റ്. അപ്പൊ സർക്കുലർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അത് തന്നെ, റോജി എ എച്ച് ബാർ ആണ് ഫോർമുല, അതവിടെ നിൽക്കട്ട്. എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതില് ഏരിയ എന്ന് പറഞ്ഞാൽ π/4 d² ആണ്, സർക്കിളിന്റെ ഏരിയ. ഓക്കെ, π/4 d² ആണ്. പിന്നെ ഐ ജിയുടെ വാല്യൂ, ഐ ജി സികൾ എന്താണ്? πd⁴/64. ആൾറെഡി ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞായിരുന്നില്ല എഴുതി എടുക്കാനായിട്ട്. ഐ ജി എത്രയാണ് സർ? πd⁴/64. 64. ഓക്കെ, അപ്പൊ അതുമായി ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രത്യേകത, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. ഡിറ്റർമിൻ ദ ടോട്ടൽ പ്രഷർ എഫ് ഓഫ് എ സർക്കുലർ പ്ലേറ്റ് ഓഫ് 1.5 meter ഡയമീറ്റർ. എന്തിനാണ് ഡയമീറ്റർ എന്നിരിക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കാം, π/4 d², which is placed vertically with such a way that the center of the plate is 3 meter below the ഫ്രീ സർഫസ്. ദാറ്റ് മീൻസ് എന്താണ്? എച്ച് ബാറിന്റെ വാല്യൂ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്, എച്ച് ബാർ = 3 meter. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ട് സർഫസ് വരെ. ബാക്കി നമുക്ക് ചെയ്യാന്നല്ല. എഫ് ഈസിക്കൽ റോ ജി എച്ച്. റോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്, 1000 ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? 9.81 ആണ്. ഏരിയ π/4 d² ആണ്. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം മറ്റേ ഡി വെച്ചിട്ടുള്ള എന്ത് വരുന്നു? ഏരിയ π/4 d². അപ്പൊ ഏരിയ കിട്ടും. π/4 × d² ചെയ്യുമ്പോൾ ഏരിയ കിട്ടും 1.76 സംതിങ് കിട്ടും. ഓക്കെ, സിമിലർലി പൊസിഷൻ ഓഫ് സെൻട്രൽ പ്രഷർ. ഏരിയ 1.76. അത് തന്നെ. അടുത്ത എഫ് ഈസിക്കൽ ടു, അടുത്ത രണ്ടാമത് പറയട്ടാ. ഐ ജി കണ്ടുപിടിക്കാം നമുക്ക്, അത് അടുത്തതാണ്. പൊസിഷൻ ഓഫ് സെന്റർ പ്രഷർ. അതിൽ ഐ ജിയുടെ ഫോമിൽ എന്താണ്? πd⁴/64. ഓക്കെ, പിന്നെ ഏരിയ എച്ച് ബാർ എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് πd⁴/64 π × ഡിയുടെ വാല്യൂ 1.5 64 ചെയ്യുമ്പോൾ നമുക്ക് 0.2485 കിട്ടുന്നു. അല്ല, എച്ച് സ്റ്റാർ കൂടെ കിട്ടും. അപ്പം IG by H bar plus H bar. H bar. IG
IG 0.2 0.2485. അതന്നെ. then H സ്റ്റാറോടെ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അത് ചെയ്തേക്കോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നിർത്താം. അപ്പൊ നീ ബാക്കിയുള്ളവരെ ചെയ്തു. ഞാൻ ക്വസ്റ്റ്യൻ അയച്ചു തരാം. നിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോ. ഹലോ സാർ ഒരു സെക്കൻഡ് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. സാർ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കേസാണ് ഞാൻ പറഞ്ഞ ട്രയാങ്കിൾ. അപ്പൊ ട്രയാങ്കിൾ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് സെയിം ആണ്. എഫിസിയിൽ റോജി AH ബാർ തന്നെയാണ്. പക്ഷേ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ടോട്ടൽ പ്രഷറിൽ അത് മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. പിന്നെ ഉള്ളത് മറ്റേ ഇത് IG കണ്ടുപിടിക്കുന്ന വ്യത്യാസമില്ലേ? അത് പറഞ്ഞു. വേറെ ഒരു H ബാറിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രോം ദ ബേസ് സർക്കിൾ എന്താണ്? അതായത് നമ്മൾ ഒരു ട്രയാങ്കിൾ എടുത്തെന്ന് വിചാരിക്കുക. ഒരു ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിന്ന് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? 90 ഡിഗ്രിന്ന് അങ്ങോട്ടാണെങ്കിൽ എന്താണ്? 1/3 ഓഫ് ബേസ് ആണ്. അതായത് 90 ഡിഗ്രിന്ന് എപ്പുറത്ത് പോയാലും 1/3 ഓഫ് ബേസ് അല്ലെങ്കിൽ ഹൈറ്റ്. ഇത് ഹൈറ്റ് ആണല്ലോ. അങ്ങോട്ട് പോകണമെങ്കിൽ 1/3 ഓഫ് ഹൈറ്റ് ആണ്, ഇങ്ങോട്ട് പോയാൽ 1/3 ഓഫ് ബേസ് ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസ്. സിമിലർലി 90 ഡിഗ്രി അല്ലാത്ത സൈഡിൽ നിന്ന്, ഇതെല്ലാം 90 ഡിഗ്രി അല്ലാത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണെങ്കിൽ എന്താണ്? 1/3 അല്ല, 2/3 ഓഫ് ഹൈറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണെങ്കിൽ 2/3 ഓഫ് ബേസും ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ഞാൻ പറയണത്. ക്ലിയർ ആണ്? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാണ് ടോട്ടൽ പ്രഷർ ഓൺ ദ ഐസോലേസ് ട്രയാങ്കിൾ ഓഫ് 4 meter altitude 4 meter when is immersed in a vertically oil of specific gravity 0.9. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ധാരാളം കാര്യം എന്താണ്? 0.9 into 1000 ഇടാനാണ് ഡെൻസിറ്റിക്ക്. G 9.81 ഇടാം. ഏരിയ ഹാഫ് BH ഇടാം. ഹാഫ് ഇൻറ്റു 4 into 4 എന്ന് ഇടാം. ഓക്കെ, പക്ഷെ H ബാർ നോക്കി. H ബാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ട്രയാങ്കിൾ ഇങ്ങനെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം 90 ഡിഗ്രി എന്നല്ലേ വരുന്നത് അല്ലേ? 90 ഡിഗ്രി ഇങ്ങോട്ട് വേണമെങ്കിൽ എന്താണ് നമ്മുടെ ഫോർമുല? 1/3 ഓഫ് 4. 90 ഡിഗ്രി ആണോ? ഇവിടെ നിന്ന് നോക്കുകയാണ് നമ്മൾ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ 1/3 ഓഫ് 4 അല്ലേ? അതെനിക്ക് മനസ്സിലായില്ല. എടാ ഒരു ഒബ്ജക്റ്റിന്റെ 90 ഡിഗ്രി ഞാൻ ഇവിടെ വരച്ചേക്കുന്ന പടം കണ്ടായിരുന്നു. ഇതെന്താണ് ഞാൻ ഇരിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ വരച്ചത്. അതായത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, ട്രയാങ്കിളിന്റെ ഒബ്ജക്റ്റ്. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹൈറ്റും ഇത് ബേസും ആണ്. ഈ 90 ഡിഗ്രി നിന്നാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ 1/3 ഓഫ് ഹൈറ്റ്. ഇവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ 1/3 ഓഫ് ബേസ്. ഇനി 90 ഡിഗ്രി അല്ലാത്ത സൈഡ്, ഇതാണ് 90 ഡിഗ്രി ഉള്ള സൈഡ്. 90 ഡിഗ്രി അല്ലാത്ത സൈഡിൽ നമ്മൾ വരികയാണെങ്കിൽ 2/3 ഓഫ് ഹൈറ്റ്. ഇതാണെങ്കിലോ 2/3 ഓഫ് ബേസ്. ഇത് ക്ലിയർ ആണ്? ഇനി നമുക്ക് ഇതിലോട്ട് വരാം. ഇതിൽ ട്രയാങ്കിൾ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ഇവിടെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം, ഇത്രയും ഡിസ്റ്റൻസ്. അപ്പൊ ഇത് 90 ഡിഗ്രി സൈഡ് അല്ലേ? അപ്പൊ 90 ഡിഗ്രി സൈഡ് ആകുമ്പോ എന്താണ് ഫോർമുല? 1/3 ഓഫ് ഹൈറ്റ്. ഇവിടെ അപ്പൊ ഇതിനാണ് നമ്മൾ H ബാർ എന്ന് പറയുന്നത്. 1/3 ഓഫ് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4. അപ്പൊ ആൻസർ എത്രയാണ്? 4/3. ഓക്കെ. അപ്പൊ നമുക്ക് H ബാർ കിട്ടും. ഹാഫ് BH ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്, H ബാർ കിട്ടുന്നുണ്ട്. പിന്നെ അപ്പൊ റോജി AH ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ കേസ് ഓക്കെ അല്ലേ? അത് റോജി AH ബാർ ഇട്ട റോ എന്ന് പറഞ്ഞാൽ 0.9 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ റോ FECകളിൽ നിന്നാണ് 0.9 into 1000. റോ ഇത്ര റോയാണ്. G 9.81 into ഹാഫ് BH, ഹാഫ് into 4 into 4 into H ബാർ. H ബാർ നമ്മളിപ്പോ കണ്ടുപിടിച്ച 4/3. ഇതാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
ഇനി സെൻട്രൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എച്ച് സ്റ്റാറിന്റെ ഫോർമുല എച്ച് സ്റ്റാർ ഈക്വൽ ടു ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ് ഫോം. സാർ അപ്പൊ ഇതിനകത്ത് എന്താണ് ബേസിന്റെ ഹൈറ്റ് അത് എത്രയായിരുന്നു? 4x4 ആ ബേസ് 4 അല്ലേ? കാണുമ്പോ തന്നെ അറിയില്ല, പടം തന്നിട്ടുണ്ട് അവര്. ആ ഇനി ഇതിൽ വേറൊരു കാര്യം, ഐ ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ബേസ് ഇൻറ്റു ബി എച്ച് ക്യൂ ഡിവൈഡഡ് ബൈ 36 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബിയും എച്ചും ഒന്നാണ്, 4x4 ക്യൂ ഡിവൈഡഡ് ബൈ 36. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അതെടുത്ത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എച്ച് സ്റ്റാറിൽ. അപ്പൊ നമുക്ക് എച്ച് സ്റ്റാർ കിട്ടും. ഉം.